ഇന്നത്തെ എൻ്റെ വീഡിയോ യൂട്യൂബിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഞാനൊരു 3 യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നാലാമത്തെയാണ് സക്സസ് ആയത്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നു ഒരു 4 വർഷം മുന്നെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. കല്യാണത്തിന് മുന്നേയൊക്കെ ആയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. കൊറോണ സമയത്താണ് ഞാനും യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോസൊക്കെ ഇട്ടു. വീഡിയോസൊക്കെ ഇട്ടിട്ട് വലിയ റീച്ചൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്നൊരു ഏണിങ്സ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ അതിൽ നിന്ന് വലിയ ഇത് മോണിറ്റൈസേഷനൊന്നും ആവില്ല, വാച്ച് അവർ ആവുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് ആവുന്നില്ല, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്ത് പതിയെ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. വീഡിയോസ് അങ്ങനെ റെഗുലറായിട്ട് ഇടാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. പിന്നെ കാരണം വ്യൂസ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് വീഡിയോസ് ഡെയിലി ഇടാനുള്ളൊരു മടിയായി പോകും നമുക്ക്. അപ്പോൾ ആ ഒരു പ്രശ്നം എനിക്കും ഉണ്ടായിരുന്നു. ഞാനങ്ങനെ വീഡിയോസൊക്കെ ഇടൽ വളരെയധികം ഇങ്ങനെ കുറച്ച് കുറച്ച് വന്ന് പിന്നെ അങ്ങ് ഇല്ലാണ്ടായി എന്ന് തന്നെ പറയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീഡിയോസ് നോർമലായിട്ട് ഞങ്ങളുടെ വ്ളോഗ് പോലെയൊക്കെ ഇടാമെന്നുള്ളത് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിന് വ്യൂസ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്നൊരു വ്യൂസിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചാൽ ഇനിയിപ്പോൾ ആക്ടേഴ്സിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല വ്യൂസൊക്കെ കിട്ടുമായിരിക്കും, കയറിപ്പോകും. അങ്ങനെ അത് ചെയ്യാമെന്ന് പറഞ്ഞ് വേറൊരു ചാനൽ തുടങ്ങി. ആ ചാനൽ തുടങ്ങിയിട്ട് അതിനും വ്യൂസ് ഇല്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു വേറെ ഒരു ക്രിസ്ത്യൻ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടാം എന്നോർത്ത് ഞാൻ അടുത്ത് വേറൊരു ചാനൽ തുടങ്ങി. ആ ചാനലിലും വലിയ ഗ്രോത്തൊന്നുമില്ല. അങ്ങനെ അതും പതുക്കെ അങ്ങ് നിർത്തി. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം, അല്ല കുറേ വർഷമല്ല, പിന്നെ പ്രഗ്നൻ്റായി, പിന്നെ കല്യാണം കഴിഞ്ഞു, പിന്നെ പ്രഗ്നൻ്റായി, പിന്നെ ആ സമയത്ത് വീഡിയോസ് ഒന്നും ചെയ്യാനായിട്ട് അങ്ങനെ പറ്റിയില്ല. അങ്ങനെ ഇപ്പോൾ എൻ്റെ ഒരു പഴയ ചാനൽ വീണ്ടും ഞാൻ എന്ത് ചെയ്താൽ റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിങ്ങനെ പതിയെ പതിയെ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. ചുമ്മാതെ എന്തെങ്കിലുമൊക്കെ മ്യൂസിക്കൊക്കെ ആഡ് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു റീച്ച് ഉണ്ടാകുക എന്നുള്ളതാണല്ലോ. പെട്ടെന്ന് വീഡിയോ വൈറലായി കഴിഞ്ഞ് വ്യൂസ് വന്ന് വാച്ച് അവർ വന്ന് നമ്മളാണല്ലോ നമ്മൾ മോണിറ്റൈസേഷൻ ആകുന്നത്. അപ്പോൾ എനിക്ക് ഈ റീയൂസ്ഡ് കണ്ടൻറ്റ് ആ സംഭവങ്ങൾ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിനെ പറ്റി വലിയ വിവരമൊന്നും എനിക്കില്ലായിരുന്നു. ചുമ്മാ വീഡിയോസ് എല്ലാവരും പറയുന്ന പോലെ വീഡിയോസൊക്കെ ഇടും. അപ്പോൾ എൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും വീഡിയോ കയറി വൈറലാകുക, മോണിറ്റൈസേഷൻ ആകുക, പിന്നെ പിറ്റേ മാസം മുതൽ ഇങ്ങനെ പൈസ വാങ്ങുക എന്നൊക്കെ ഉള്ളതായിരുന്നു എൻ്റെ ധാരണ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി അങ്ങനെ അറിയത്തില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അറിയാമോ, യൂട്യൂബിൽ നിന്ന് തന്നെ ഒരു വീഡിയോ എടുത്ത് ഞാൻ എൻ്റെ ഇതിലേക്ക് ഞാൻ എടുത്തങ്ങിട്ട് എൻ്റെ ചാനലിലെടുത്തിട്ട്, പക്ഷേ ആ വീഡിയോ കയറി അങ്ങ് വൈറലായി. അതിന് അത്യാവശ്യം വ്യൂസും കിട്ടി. പിറ്റേ ദിവസം തന്നെ എനിക്ക് മോണിറ്റൈസേഷൻ്റെ ഇത് വന്നായിരുന്നു അപ്ലൈ ചെയ്യാനായിട്ട്. അപ്ലൈ ചെയ്യാൻ വന്നപ്പോഴാണ് ആ പണി എനിക്ക് മനസ്സിലായത്. അപ്ലൈ ചെയ്യാൻ നോക്കിയപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള എല്ലാം വന്നു. അപ്ലൈ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇത് പറ്റത്തില്ല, റീയൂസ്ഡ് കണ്ടൻ്റ് ആണ് എന്ന് വന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് റീയൂസ്ഡ് കണ്ടൻറ്റോ, അതെന്താ എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴാണ് എന്താണ് ഈ റീയൂസ്ഡ് കണ്ടൻറ്റ് എന്ന് നോക്കി എനിക്ക് ഞാൻ പഠിച്ചത്. അപ്പോൾ മറ്റൊരാളുടെ നമുക്ക് അടിച്ചു മാറ്റി എടുത്തിടുന്നതും നമ്മുടെ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതും ഒക്കെ റീയൂസ്ഡ് കണ്ടൻറ്റിൽ പെടുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പതിയെ ഞാൻ ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ പതിയെ ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ എൻ്റെ ആയിട്ടുള്ള ഷോർട്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഞാൻ ഇടാൻ തുടങ്ങി. അപ്പോൾ ഇച്ചിരി വ്യൂസൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ വന്ന് ഇട്ടിട്ട് എനിക്ക് ഒരു വീഡിയോസിന് ഇപ്പം 5 മില്യൺ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ അതിനൊരു 5 മില്യൺ കഴിഞ്ഞു. അങ്ങനെയാണ് എനിക്ക് 3000 വാച്ച് അവർ ആകാറായിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ആഡാവുന്നത് വെയിറ്റ് ചെയ്ത് ഞാൻ ഇരിക്കുകയാണ്. കാര്യം റീയൂസ്ഡ് കണ്ടൻറ്റ് പ്രശ്നം വന്നുകൊണ്ടായിരിക്കാം എനിക്ക് വാച്ച് അവർ പെട്ടെന്ന് അത് കയറുന്നില്ല, വ്യൂസ് കയറുന്നില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്. എങ്കിലും എനിക്ക് 5 മില്യൺ വ്യൂസ് വന്നു. അപ്പോൾ എല്ലാവരും പറയും ഹാഷ്ടാഗ് കൊടുക്കണം, നമ്മളിങ്ങനെ പറയത്തില്ലേ ഹാഷ്ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ വ്യൂസ് ഇപ്പോൾ കയറും, അവരതിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേനും നമുക്ക് വ്യൂസ് കിട്ടും എന്നൊക്കെ. പക്ഷേ ആ വീഡിയോസിന് ഞാനൊരു ഹാഷ്ടാഗോ ഒന്നും ഞാൻ കൊടുക്കാതെ വെറുതെ ഇട്ടൊരു വീഡിയോ ആണ്. വെറുതെ വീഡിയോസ് അപ്ലോഡ് ചെയ്തു, അതിനൊരു ക്യാപ്ഷൻ കൊടുത്തു എന്നല്ലാതെ ഞാനതിലൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ആ വീഡിയോ എനിക്കിപ്പോൾ 5 മില്യൺ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു യൂട്യൂബിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ
പെട്ടെന്നങ്ങ് പറഞ്ഞൊരു സ്റ്റോറിയാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കത്തില്ലേ? കാര്യം പറയാനാണെങ്കിൽ ഒരു 4 വർഷം മുന്നേ ഉള്ളൊരു കഥയുണ്ട് പറയാനായിട്ട്. അപ്പോൾ അന്ന് മുതലാണ് വീഡിയോസൊക്കെ ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ്റെ ഒരു സപ്പോർട്ടാണ് കേട്ടോ. കാര്യം എല്ലാവരും ചിലപ്പോൾ ഇത് സമ്മതിക്കണം എന്നില്ലല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ ചേട്ടൻ ഭയങ്കര സപ്പോർട്ടാണ് വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കാനാണെങ്കിലും ഒക്കെ. നീ ചെയ്തോടി, വേറൊന്നും അല്ലല്ലോ, പിന്നെ ഞാൻ മോശമായിട്ട് അങ്ങനെ ചെയ്യത്തില്ല എന്ന് ചേട്ടന് അറിയാം. അതുകൊണ്ട് എന്നെ ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യത്തില്ല, ഇതേ ചെയ്യാവുള്ളൂ അങ്ങനെ ചെയ്യാം അങ്ങനെയൊന്നും പറയത്തില്ല. എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ ഇപ്പം ചേട്ടൻ ചെറുതായിട്ടൊക്കെ വീഡിയോസിലൊക്കെ വരുന്നുണ്ട്. ഞാൻ ചേട്ടനെയും കൂടെ ആഡ് ചെയ്യും. പിന്നെ അതും പുള്ളിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ യൂട്യൂബ് ജേർണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും യൂട്യൂബ് തുടങ്ങാം കേട്ടോ. എനിക്കൊക്കെ തുടങ്ങാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾക്കും തുടങ്ങാം. പെട്ടെന്ന് തന്നെ നമുക്കൊരു വാച്ച് അവർ കംപ്ലീറ്റ് ആവണം, സബ്സ്ക്രൈബേഴ്സ് ആവണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഡെയിലി നമ്മൾ വീഡിയോ ഇടണം. ഇപ്പോൾ ഇന്ന് ഇട്ടിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു റീച്ചൊന്നും നമുക്ക് കിട്ടണമെന്നില്ല. ഡെയിലി അത് ഇടുവാണെങ്കിൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും നമ്മുടെ വീഡിയോസ് ഇങ്ങനെ. അപ്പോൾ എല്ലാവരുടെയും പേജുകളിലൊക്കെ അത് പോയി ഇപ്പോൾ നമ്മളൊരു വീഡിയോ ആദ്യമായിട്ടൊരു വീഡിയോ ഇടുവാണെങ്കിൽ ആ വീഡിയോ ഒരു 10 പേരെങ്കിലും കാണും. അത് വീണ്ടും നാളെ ഇടുവാണെങ്കിൽ ചിലപ്പോൾ അത് 15 ആകും. അടുത്ത ദിവസമാണെങ്കിൽ അത് 20 ആകും. അപ്പം കുറച്ച് കൂടി വരാനായിട്ട് സഹായിക്കണമെങ്കിൽ നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, എന്നാലേ ഉള്ളൂ. പിന്നെ നമ്മൾ തംബ്നെയിലിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിടുന്ന വീഡിയോസിൻ്റെ തംബ്നെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കണം. പിന്നെ ഞാനൊക്കെ ചെയ്യുന്നത് പറഞ്ഞാൽ വലിയ ഐഫോണിലോ അല്ലെങ്കിൽ ക്യാമറയിൽ വെച്ചിട്ടൊന്നും അല്ല ഞാൻ വീഡിയോസ് എടുക്കുന്നത്. സാധാരണ ഒരു ഫോണിലാണ്, ഒപ്പോയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം വീഡിയോയുടെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് കേട്ടോ. നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉള്ളിടത്ത് വന്നിരുന്ന് വീഡിയോസൊക്കെ എടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ആ വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ കുറേ കൂടെ വ്യൂസ്, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ ചിലപ്പോൾ ഒന്നും കാണത്തില്ല, ഒരു കണ്ടൻറ്റും ഇല്ലായിരിക്കും. പക്ഷെ ആ വീഡിയോയിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല തംബ്നെയിലാണ് എങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ആൾക്കാരത് ഓപ്പൺ ചെയ്ത് നോക്കും. ആ തംബ്നെയിൽ ആൾക്കാരെ എടുത്തു നോക്കാൻ തക്കവണ്ണം അട്രാക്റ്റ് ചെയ്യുന്ന ഒരു തംബ്നെയിൽ കൊടുക്കുവാണെങ്കിൽ അത് ആൾക്കാരെടുത്ത് നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു പിന്നെ ഷോർട്സ് ഇടുന്നതിന് നല്ല ഉപയോഗമുള്ളത്, സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കുന്നൊരു സംഭവമാണ് ഈ ഷോർട്സ്. അത് നമുക്ക് കുറച്ച് സെക്കൻഡ്, ഒരു 30 സെക്കൻഡോ 20 സെക്കൻഡോ ഒക്കെ ഉള്ള ഷോർട്സുകൾ നമ്മൾ ഇടുക. ഡെയിലി ഒരു ഷോർട്സെങ്കിലും നമ്മൾ ഇടുന്നത് നല്ലതായിരിക്കും. ഒരുപാട് വാരി വലിച്ചിടാതെ. ഞാൻ ശരിക്കും നേരത്തെ ഒരുപാട് വാരി വലിച്ചിടുമായിരുന്നു. ഇപ്പം ഞാൻ ഒരു ഷോർട്സ് ഇട്ടെന്ന് വെച്ചോ, പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത ഷോർട്സ് ഇട്ട്. പക്ഷേ യൂട്യൂബ് ആ വീഡിയോസ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യത്തില്ലായിരിക്കും, അതെല്ലാവരിലും എത്തിക്കാനും പാടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അവസാനം വന്ന ഷോർട്സ് ആയിരിക്കും നമ്മളെല്ലാവരും കാണുന്നത്. അതിന് തൊട്ട് മുന്നേ ഇട്ട ഷോർട്സ് ചിലപ്പോൾ ആരും കാണത്തില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഡെയിലി ഒരു ഷോർട്സ് ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഡീറ്റെയിൽ ആയിട്ട് പിന്നൊരു വീഡിയോയിൽ ഞാൻ പറയാം. എനിക്ക് 5 മില്യൺ കിട്ടിയത് വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അതിൽ ഞാൻ യാതൊന്നും ഇങ്ങനെ ഹാഷ്ടാഗുകളൊന്നും കൊടുത്തിട്ടില്ല, ചുമ്മാ ഒന്ന് അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. യൂട്യൂബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ നല്ല കണ്ടൻറ്റായിട്ടും നല്ല തംബ്നെയിലൊക്കെ കൊടുത്ത് നല്ല സൂപ്പറായിട്ട് ചെയ്യുക കേട്ടോ.